ഹരിയാനയിലെ കൈതാലിൽ സിഖ് യുവാവിനെ ഖലിസ്ഥാനിയെന്ന് അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതായി പരാതി. യുവാവ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരവെ ബൈക്കിലെത്തിയ രണ്ടുപേർ ആക്രമിക്കുകയായിരുന്നു. ട്രെയിൻ കടന്നുപോകുമ്പോൾ റെയിൽവേ ലെവൽ ക്രോസിൽ കാത്തുനിൽക്കുമ്പോഴാണ് ആക്രമണം. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഖലിസ്ഥാനി എന്ന് വിളിച്ച് അധിക്ഷേപത്തിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. റെയിൽവേ ഗേറ്റ് തുറന്ന് വാഹനങ്ങൾ പോകാൻ തുടങ്ങുന്നതിനിടെ ബൈക്കിലെത്തിയവരും പരിക്കേറ്റ സിഖ് യുവാവും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും അത് സംഘർഷത്തിൽ കലാശിച്ചെന്നുമാണ് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്. രണ്ടുപേർ തന്നെ ആക്രമിച്ചതായും ഖലിസ്ഥാനി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതായും സിഖ് യുവാവ് പറയുന്നു. ഒരാൾ ബൈക്കിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുകൊണ്ടിടിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരാണ് തന്നെ രക്ഷിച്ചത്. അക്രമികൾ ഉടൻ സ്ഥലത്തു നിന്ന് ഓടിപ്പോയി. ആക്രമിച്ചത് ആരാണെന്ന് അറിയില്ലെന്നും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ വ്യക്തമായി കാണാൻ സാധിച്ചിരുന്നില്ലെന്നും യുവാവ് പറഞ്ഞു. അതേസമയം സിഖ് യുവാവിന്റെ പരാതിയിൽ അജ്ഞാതരായ രണ്ടുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് കൈതാൻ പോലീസ് സ്റ്റേഷനിലെ സിവിൽ ലൈൻ ഇൻസ്പെക്ടർ ഷീലാവതി അറിയിച്ചു. പരാതിക്കാരൻ മദ്യപിച്ചിരുന്നതായി മെഡിക്കൽ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ബൈക്കിൽ എത്തിയവർ പറഞ്ഞതിനെ തുടർന്നാണ് തർക്കമുണ്ടാകുന്നത്. ഖലിസ്ഥാനി എന്ന വാക്ക് ഉപയോഗിച്ചതിന് ഇതുവരെ തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്നും ഷീലാവതി പറയുന്നു. സിഖ് യുവാവിനെ ആക്രമിച്ചതിൽ പ്രതിഷേധം ശക്തമാണ്. ശിരോമണി ഗുരുദ്വാര പർക്ക് ബന്ദർ കമ്മിറ്റി, കോൺഗ്രസ്, ശിരോമണി അകാലിദൾ എന്നിവരെല്ലാം സംഭവത്തിൽ ശക്തമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തി. പഞ്ചാബികൾക്ക് നേരെ BJP MP കങ്കണ റണാവത്തും BJPയുടെ IT സെല്ലുകളും നടത്തിയ വിദ്വേഷ പ്രചാരണമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജ ആരോപിച്ചത്. വിദ്വേഷം കാട്ടുതീ പോലെ പടരാതിരിക്കാനും രാജ്യത്തിന്റെ സാമുദായിക സൗഹാർദ്ദത്തിന് കോട്ടം തട്ടാതിരിക്കാനും കർശന നടപടി കൈക്കൊള്ളണം. പ്രത്യേകിച്ച് BJPക്കുള്ളിൽ തന്നെ ഇതിനുള്ള നടപടി വേണമെന്നും അമരീന്ദർ സിംഗ് പറഞ്ഞു. കുറ്റവാളികളെ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ശിരോമണി ഗുരുദ്വാര പർബന്ധക് കമ്മിറ്റി പ്രസിഡന്റ് HS ദാമിയും ആവശ്യപ്പെട്ടു. ഈ സംഭവം സിഖ് സമുദായത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തിയിരിക്കുന്നു. ഹരിയാന സർക്കാർ ഇത് ഗൗരവമായി കാണുകയും സംസ്ഥാനത്ത് ജീവിക്കുന്ന സിഖുകാർക്ക് സുരക്ഷ ഒരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്ത് സിഖുകാർക്കെതിരെ തുടർച്ചയായി വെറുപ്പിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു കാരണവുമില്ലാതെ സിഖുകാർ ആക്രമിക്കപ്പെടുന്നു. രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളിലെയും മതങ്ങളിലെയും സമുദായങ്ങളിലെയും ജനങ്ങളുടെ മതസ്വാതന്ത്ര്യവും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി വർഗീയ അന്തരീക്ഷവും വിദ്വേഷവും സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ദ്വാമി പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന് ശിരോമണി അകാലിദൾ പ്രസിഡന്റ് സുഖ്ബീർ സിംഗ് ബാദൽ ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഒരു ദശകമായി രാജ്യത്തെ ബാധിച്ച വർഗീയ ധ്രുവീകരണത്തിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെയും അനന്തരഫലമാണിത്. ദേശസ്നേഹികളായ സിഖുകാരെ അപമാനിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച BJP MPയും ബോളിവുഡ് നടിയുമായ കങ്കണ റണാവത്തിനെ ഛത്തീസ്ഗഡ് എയർപോർട്ടിൽ വെച്ച് CISF വനിതാ കോൺസ്റ്റബിൾ കുൽവീന്ദർ കൗർ മുഖത്തടിച്ചിരുന്നു. കർഷക സമരത്തിനെതിരായ കങ്കണയുടെ നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു അവർ മുഖത്തടിച്ചത്. ഇതിനു പിന്നാലെ പഞ്ചാബിൽ ഭീകരതയും അക്രമവും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ വർദ്ധിച്ചതായി കാണിച്ച് കങ്കണ Xൽ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ പഞ്ചാബിൽ ഭീകരവാദം വർദ്ധിക്കുകയാണെന്ന കങ്കണയുടെ പ്രസ്താവനയ്ക്കെതിരെ സംയുക്ത കിസാൻ മോർച്ച, കിസാൻ മസ്ദൂർ മോർച്ച തുടങ്ങിയ പ്രമുഖ കർഷക സംഘടനകളും രംഗത്ത് വരികയുണ്ടായി.